ചൈനയിൽ നിന്ന് യുഎസിൽ അഭയം പ്രാപിച്ച ഹൂയി മുസ്ലിങ്ങൾ നാടുകടത്തൽ ഭീഷണി നേരിടുകയാണിപ്പോൾ. ചൈനയുടെ പീഡനത്തിൽ നിന്ന് രക്ഷ നേടുവാനായിട്ടാണ് ഇവർ അമേരിക്കയിൽ അഭയം തേടിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനു ശേഷം അനധികൃതമായ കുടിയേറ്റക്കാരെ നാടുകടത്തുമെന്ന് ട്രംപ് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. നിരാശാജനകമായ സാമ്പത്തിക അന്തരീക്ഷത്തിൽ നിന്നും അതുപോലെ രാഷ്ട്രീയ അടിച്ചമർത്തലിൽ നിന്നും രക്ഷപ്പെടാൻ ചൈനക്കാർ അമേരിക്കയിലേക്ക് കുടിയേറുകയാണെന്നതാണ് മാധ്യമ റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ പ്രകാരം 2024 സാമ്പത്തിക വർഷത്തിൽ 40,000-ഓളം ചൈനീസ് കുടിയേറ്റക്കാരെ US തെക്കൻ അതിർത്തിയിൽ താൽക്കാലികമായി തടഞ്ഞുവെക്കുകയുണ്ടായി. ചൈനയിലെ ഏകദേശം 25 ദശലക്ഷം മുസ്ലിങ്ങളിൽ ഏകദേശം 11 ദശലക്ഷം ഹൂയി മുസ്ലിങ്ങളിൽ ഉൾപ്പെടുന്നവരാണ്. ചൈനീസ് സർക്കാർ ശക്തമായ നീക്കങ്ങളാണ് മുസ്ലിങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പള്ളികളുടെ മിനാരങ്ങളും താഴികക്കുടങ്ങളും ഇവർ തകർക്കുകയുണ്ടായി. അറബ് ലിപിയുടെ പൊതു ഉപയോഗം നിരോധിക്കുകയും ചെയ്തു. ഖുർആൻ പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ കുട്ടികൾക്ക് വിലക്ക് ഏർപ്പെടുത്തി. ഏറ്റവും കൂടുതൽ മതവിശ്വാസങ്ങളെ തടങ്കൽ പാളയത്തിലേക്ക് നാടുകടത്തുകയും ചെയ്തു. ഈ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായി ഹൂയി മുസ്ലിങ്ങൾ കുടുംബത്തോടൊപ്പം അമേരിക്കയിൽ പ്രധാനമായും അഭയം പ്രാപിച്ചിരുന്നത്. അമേരിക്കയിലെ ന്യൂ ഓർലിൻസിൽ ഉണ്ടായ ആക്രമണത്തെ അപലപിച്ച് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തിയിരുന്നു. ന്യൂ ഇയർ ദിവസം പുലർച്ചെ ജനക്കൂട്ടത്തിലേക്ക് കാറിടിച്ചു കയറി ഡ്രൈവർ വെടിയുതിർത്ത സംഭവത്തിൽ 10 പേർ കൊല്ലപ്പെട്ട സാഹചര്യത്തിലായിരുന്നു ട്രംപ് തന്റെ പ്രതികരണം നടത്തിയത്. തികഞ്ഞ തിന്മയാണ് നടന്നതെന്ന് ട്രംപ് അഭിപ്രായപ്പെടുകയും ചെയ്തു. അമേരിക്കയിലെ കുറ്റകൃത്യങ്ങൾ എക്കാലത്തെയും ഉയർന്ന നിരക്കിലാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇവിടെയുള്ള കുറ്റവാളികളെക്കാൾ മോശമാണ് ഇവിടേക്ക് വന്നുപെടുന്ന കുറ്റവാളികളെന്നാണ് ട്രംപ് ഉന്നയിച്ചത്. ആക്രമണം നടത്തിയ ഡ്രൈവർ അനധികൃത കുടിയേറ്റക്കാരനാണെന്ന സൂചനയാണ് ട്രംപ് നിലവിൽ നൽകിയിട്ടുള്ളത്. കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് അനുശോചനങ്ങൾ നിയുക്ത പ്രസിഡന്റ് അറിയിക്കുകയും ചെയ്തു. തന്റെ ഭരണകൂടം ഇതിനെല്ലാം മറുപടി നൽകുമെന്ന് ഉറപ്പും അദ്ദേഹം നൽകി. ഇത്തരം തികഞ്ഞ തിന്മകളിൽ നിന്ന് അമേരിക്കൻ നഗരങ്ങളെ മോചിപ്പിക്കാൻ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. അമേരിക്കയിലെ ദക്ഷിണ നഗരമായ ന്യൂ ഓർലിൻസിൽ ബോർബോൺ സ്ട്രീറ്റിലുണ്ടായ ആക്രമണം ലോകത്തെ തന്നെ യഥാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ്. പുതുവർഷം പിറന്ന് ഏതാനും മണിക്കൂറുകൾ പിന്നിട്ടപ്പോഴായിരുന്നു ഈ ആക്രമണം നടന്നത്. പുലർച്ചെ 3:45ഓടെ ജനക്കൂട്ടത്തെ ഇടിച്ചു തെറിപ്പിച്ച് ഒരു ട്രക്ക് ഇരച്ചെത്തിയതാണ് ആക്രമണത്തിന് കാരണം. നിരവധി പേരുടെ ശരീരത്തിലൂടെ കയറിയിറങ്ങിയ വാഹനം അമിത വേഗതയിലായിരുന്നു വന്നിരുന്നത്. ശേഷം പുറത്തിറങ്ങിയ ഡ്രൈവർ തന്റെ കയ്യിലുള്ള തോക്കെടുത്ത് മുന്നിൽ കണ്ടവരെയെല്ലാം വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തു. ആക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെടുകയും ഒപ്പം 30-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുകയുണ്ടായി. ഭീകരാക്രമണമാണോ നടന്നതെന്ന സംശയവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. സംഭവത്തിൽ FBI അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു.